നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. മാധ്യമങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിനോട് ഒരിക്കലും ദയ കാട്ടിയില്ല. അദ്ദേഹത്തെ അവർ ദുർബലനെന്ന് വിളിച്ചാക്ഷേപിച്ചു, വിധേയനെന്ന് വിളിച്ച് പരിഹസിച്ചു. സോണിയാഗാന്ധിയുടെ സാരിത്തുമ്പിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയെ പലരും അധിക്ഷേപിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൗനം ശക്തമായിരുന്നു. ആ നിശബ്ദത എല്ലാത്തിനുമുള്ള മറുപടിയായി. ചിലപ്പോഴൊക്കെ ഇടിമുഴക്കം പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒടുവിൽ ചരിത്രം പറയുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു വലിയ ശരിയായിരുന്നുവെന്ന്. ഒരു കാലം ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച പല കെട്ടുപാടുകളും വലിച്ചെറിഞ്ഞ ഒരു ധീര നേതാവ്. ഇന്ത്യക്ക് മേൽ ചാർത്തപ്പെട്ട ആണവ വർണ്ണവിവേചനം എന്നേക്കുമായി വലിച്ചെറിഞ്ഞ കരുത്തരിൽ കരുത്തൻ. ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച തീരുമാനങ്ങളാണ് പലപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗ് കൈക്കൊണ്ടത്. അദ്ദേഹം അത് കുട്ടിഘോഷിച്ചില്ല, വിളംബരം നടത്തിയില്ല. രാജ്യത്തെ ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായി മാധ്യമങ്ങൾ മുദ്രകുത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് അമേരിക്കയുമായുള്ള ചരിത്രപരമായ ആണവ കരാർ ഒപ്പിട്ടതിനു പിന്നിൽ കരുത്തിൻ്റെ അടയാളമുണ്ട്. മൗനിയായ പ്രധാനമന്ത്രി അത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ഒരു അലങ്കാരമായിരുന്നില്ല, പകരം പ്രതിപക്ഷം നൽകിയ അവഹേളനത്തിൻ്റെ അടയാളമായിരുന്നു. പതിഞ്ഞ സ്വരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം വിധേയത്വമായി പലരും തെറ്റിദ്ധരിച്ചു. പതിവ് രാഷ്ട്രീയക്കാരെ പോലെ എന്തുകൊണ്ട് മൻമോഹൻ സിംഗ് ചടുലമായി സംസാരിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകിയില്ല. എന്നാൽ തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹം കൂടുതൽ വ്യാപൃതനായി. മൗനം കവചമാക്കി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്തു. അതെ, മൻമോഹൻ സിംഗ് വിധേയനായിരുന്നു, ദുർബലനായ വിധേയൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധേയം ഇന്ത്യ എന്ന മഹാരാജ്യത്തോട്. എന്നാൽ ചാട്ടുളി പോലെ ചിലപ്പോഴൊക്കെ നരേന്ദ്രമോദിക്കും ഭരണകൂടത്തിനുമെതിരെ പിന്നീട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വിമർശനങ്ങൾ ചൊരിഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇന്ത്യ കണ്ടു. നോട്ട് നിരോധനത്തിന് അദ്ദേഹം നൽകിയ വിശേഷണം നാളെത്ര കഴിഞ്ഞാലും ഇന്ത്യൻ രാഷ്ട്രീയം മറക്കില്ല. സംഘടിത കൊള്ളയെന്നും നിയമപരമായ കവർച്ചയെന്നുമാണ് അദ്ദേഹം നോട്ട് നിരോധനത്തിനെതിരെ 2016 നവംബർ 24 രാജ്യസഭയിൽ പറഞ്ഞത്. പ്രധാനമന്ത്രിയായിരിക്കെ ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ മാധ്യമങ്ങൾ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ, പരിഹാസം ചൊരിഞ്ഞപ്പോൾ അദ്ദേഹം കുലുങ്ങിയില്ല. സ്വന്തം മന്ത്രിമാരെ വരുതിയിൽ നിർത്താൻ കെൽപ്പില്ലാത്ത ദുർബലനായ പ്രധാനമന്ത്രി എന്ന് ചിലർ പരിഹസിച്ചു. നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ വൈമനസ്യം കാണിക്കുന്നയാളെന്നായിരുന്നു ചിലരുടെ പരിഹാസങ്ങൾ. എന്നാൽ ഒട്ടും ക്ഷുഭിതനാകാതെ ശാന്തമായി പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം മറുപടി നൽകി. സമകാലിക മാധ്യമങ്ങളെക്കാൾ പ്രതിപക്ഷ പാർട്ടികളെക്കാൾ ചരിത്രം എന്നോട് ദയാലുവായിരിക്കുമെന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞത്. ചരിത്രം അദ്ദേഹത്തോട് ദയ കാട്ടുകയല്ല, അദ്ദേഹം ചരിത്രത്തോട് ദയ കാട്ടുകയായിരുന്നുവെന്ന് ഡോക്ടർ ശശി തരൂർ. തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്കും വ്യക്തിഹത്യകൾക്കും അദ്ദേഹം സ്വരമുയർത്തി മറുപടി പറഞ്ഞില്ല. എന്നാൽ നരേന്ദ്രമോദിയോടുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളു തറച്ചുകൊണ്ട് ഇന്ത്യയെ പ്രതിധ്വനിച്ചു. അഹമ്മദാബാദ് തെരുവുകളിൽ പൗരന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നത് നിങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ട കരുത്തായി കാണുന്നതെങ്കിൽ അതെനിക്കില്ല എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് മോദിയോട് പറഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും അഴിമതി ആരോപണം മുതൽ പല കുംഭകോണങ്ങളും വേട്ടയാടിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. 2G സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങി പ്രതിപക്ഷത്തിന് ആയുധങ്ങളുടെ ആവതാഴി നിറച്ചു കൊടുത്തുകൊണ്ടിരുന്നു അന്നത്തെ UPA ഭരണകൂടം. എന്നാൽ ഒരിക്കൽ പോലും മൻമോഹൻ സിംഗിനെയോ അദ്ദേഹത്തിന്റെ ഓഫീസിനെയോ ആരോപണ നിഴലിൽ നിർത്താൻ പ്രതിപക്ഷത്തിന് ഒന്നും പകർന്നു കൊടുത്തില്ല മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതിപക്ഷ കസേരയിലേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് മാറിയിരുന്നപ്പോൾ പിന്നീട് ഭരണകൂടം തിരിച്ചറിഞ്ഞത് ചാട്ടുളി പോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, വിമർശനങ്ങൾ. വാക്കുകൾ കൊണ്ട് മൻമോഹൻ സിംഗ് എതിരിട്ട ഒരേ ഒരു നേതാവ് ഒരുപക്ഷെ BJP നേതാവ് LK അദ്വാനിയാകാം. വ്യക്തി അധിക്ഷേപത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചപ്പോൾ അദ്വാനിക്ക് നേരെ മൻമോഹൻ സിംഗ് വാക്ശരങ്ങൾ തൊടുത്തു. ദുർബലനായ പ്രധാനമന്ത്രി എന്ന് അദ്വാനി വിളിച്ചാക്ഷേപിച്ചപ്പോൾ മൻമോഹൻ സിംഗ് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്വാനിക്ക് തൻ്റെ രാഷ്ട്രീയകാലം അത്രയും കൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് കൊടുത്തത്. ഒരുപക്ഷെ ദുർബലനായിരിക്കാം, എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആരാധനാലയം ഒരു കൂട്ടം തെമ്മാടികൾ ചേർന്ന് തകർക്കുന്നത് കണ്ട് ഒരു മൂലയിലിരുന്ന് കരയാൻ മാത്രം കൊള്ളരുതാത്തവനല്ല താൻ എന്നായിരുന്നു അദാനിക്കന്ന് നൽകിയ മറുപടി. ആധുനിക ഇന്ത്യക്ക് രൂപം നൽകിയ ശില്പികളിൽ ഏറ്റവും മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാവാം.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ഇന്ത്യ പലതും ഓർമ്മിച്ചെടുക്കുന്നു. ഇന്ത്യയെ ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തി. ലോകം മുഴുവൻ സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ട കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് കടന്നു വന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പർശമുള്ള ഭരണകൂടം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും വൻ കുതിപ്പ് നടന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു. ഡൽഹിയിൽ എയിംസിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കവെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ അന്ത്യം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തിയിരുന്നു. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് 2024 33 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചിരുന്നു. PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ 1991 ജൂണിൽ ധനമന്ത്രിയായി. രാജ്യസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ രംഗപ്രവേശം 1991. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുമായി അദ്ദേഹത്തിന് പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും പലപ്പോഴും സന്തത സഹചാരിയായി പല സഹായങ്ങൾക്കും അദ്ദേഹം തിരിഞ്ഞത് CPM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന് നേരെ. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് മൊണ്ടേ സിംഗ് അലുവാലിയെ ധനകാര്യമന്ത്രിയാക്കണമെന്ന് വലിയ മോഹം. എന്നാൽ സോണിയാഗാന്ധി അതിനനുവദിച്ചില്ല. അങ്ങനെയാണ് P. ചിദംബരം മൻമോഹൻ സിംഗിന്റെ ധനകാര്യമന്ത്രിയായി അധികാരമേറ്റത്. അന്നു മുതൽ തുടങ്ങി ദുരന്തകാലം. എന്നാൽ സുർജിത്ത് എന്നും മൻമോഹൻ സിംഗിനെ അകപഴിഞ്ഞ് പിന്തുണച്ചിരുന്നു. അലുവാലിയ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായി സ്ഥാനമേറ്റെടുത്തപ്പോൾ അതിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ചൊരിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായതോടെ അലുവാലിയ മൻമോഹൻ സിംഗിന് തണലായി. പലപ്പോഴും പ്രധാനമന്ത്രിയുടെ കണ്ണും കാതുമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രധാനമന്ത്രിയുമായുള്ള അദ്ദേഹത്തിന്റെ സാമീപ്യം കണക്കിലെടുക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയക്കാരുടെയും നയതന്ത്രജ്ഞരുടെയും ഒക്കെ കാറുകൾ അങ്ങനെ യോജന ഭവന് പുറത്ത് പാർക്ക് ചെയ്യപ്പെട്ടു തുടങ്ങി. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായി ചാർജ് എടുക്കുന്നതിന് തൊട്ടു മുൻപ് താൻ ആരെയെങ്കിലും സന്ദർശിക്കണമോ എന്ന് മൻമോഹൻ സിംഗിനോട് അലുവാലിയ ചോദിച്ചു. ഒരൊറ്റ ഉത്തരം മാത്രം, ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ഒന്ന് കാണണം. അങ്ങനെ 88-കാരനായ സഖാവ് സുർജിത്തിനെ അലുവാലിയ കണ്ടുമുട്ടി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്ന് അലുവാലിയ അതിനെ വിശേഷിപ്പിച്ചു. IMF-ൽ സ്ഥാനം വഹിച്ചിരുന്ന അലുവാലിയയ്ക്ക് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷ സ്ഥാനം സമ്മാനിച്ചത് ഇടതുപക്ഷത്തെ ചുടിപ്പിച്ചിരുന്നു. എങ്കിലും സുർജിത്തിന്റെ പരിപൂർണ പിന്തുണ. ഈ നിയമനം തടയാൻ സോണിയാഗാന്ധിക്ക് മേൽ കനത്ത സമ്മർദ്ദമാണ് അന്ന് ഇടതുപക്ഷം ചെലുത്തിയത്. കോൺഗ്രസ് നേതാക്കളും അലുവാലിയുടെ നിയമനത്തെ വല്ലാണ്ട് വിമർശിച്ചു. നിയമനത്തെ മാറ്റിമറിച്ചത് സർദാർ ടു സർദാർ ബന്ധമാണ് എന്നുവരെ ആളുകൾ പരിഹസിച്ചു തുടങ്ങി. മൻമോഹൻ സിംഗ്, മൊണ്ടേ സിംഗ് അലുവാലിയ, ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്നിവരൊക്കെ സിഖുകാരായിരുന്നു. ഇവരുടെ അച്ചുതണ്ടാണ് ദില്ലിയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ ഉപജാപക്കാർ ചില പ്രസ്താവനകൾ നടത്തി. അലുവാലിയയുടെ ഭാര്യ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞയായ ഇഷർ ജഡ്ജി അലുവാലിയയും മൻമോഹൻ സിംഗിന്റെ ഭാര്യ ഗുർശരൻ കൗറിന്റെ ദീർഘകാല സുഹൃത്തായിരുന്നു. ഈ ബന്ധങ്ങളൊക്കെ അന്ന് മാധ്യമങ്ങൾ ചികഞ്ഞെടുത്തു. എന്നാൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് കട്ടയ്ക്ക് നിന്നു. സുർജിത്തിന് ശേഷം CPM ജനറൽ സെക്രട്ടറിയായി അധികാരമേറ്റത് പ്രകാശ് കാരാട്ടാണ്. ആ നിമിഷം മുതൽ മൻമോഹൻ സിംഗിനെതിരെ ഇടതുപക്ഷം കരുക്കൾ നീക്കി. അന്ന് UPA സർക്കാരിനെതിരെ തിരിഞ്ഞ CPM-ന്റെ കഥ അവിടെ തുടരുന്നു. ആ കഥയ്ക്ക് ചുക്കാൻ പിടിച്ചതും തിരക്കഥ എഴുതിയതും പ്രകാശ് കാരാട്ട്. 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ തങ്ങളുടെ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് CPM-ന്റെ 2 ഉന്നത നേതാക്കളായ പശ്ചിമ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രി സുർജിത്തും ജ്യോതിബാസുവും പൂർണ്ണ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ CPM നേതൃസ്ഥാനത്ത് നിന്ന് സുർജിത്ത് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ കണ്ണിലെ കരടായി പ്രകാശ് കാരാട്ട് തീർന്നു. ഇന്ത്യ-US തന്ത്രപരമായ ബന്ധം കൈകാര്യം ചെയ്യാൻ പ്രകാശ് കാരാട്ടിന് വിശാല മനസ്കതയില്ലാതെ പോയി. അതുതന്നെയാണ് മൻമോഹൻ സിംഗിനെതിരെ കരുക്കൾ നീക്കാൻ ഇടതുപക്ഷത്തിന് പ്രചോദനമായതും. ഇടതുപക്ഷത്തെ തഴഞ്ഞ മൻമോഹൻ സിംഗ് പിന്നീട് 2009 തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി. 2004 UPA മന്ത്രിസഭയിൽ ഭാഗവാക്കാക്കാൻ അവസരമുണ്ടായിരുന്ന ഇടതുപക്ഷം എല്ലാം കളഞ്ഞുകുളിച്ചു. തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കുകയും കർഷകർക്ക് 75,000 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളുകയും ചെയ്തതാണ് രണ്ടാം UPA സർക്കാർ നിലവിൽ വരാനുള്ള കാരണം. അന്ന് ലോക്സഭയിൽ
296 സീറ്റുകളോടെ കോൺഗ്രസ് മുന്നേറ്റവും നടത്തി. വീണ്ടും 5 വർഷം കൂടി ഇന്ത്യയുടെ തലപ്പത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇരുന്ന നാളുകൾ. 2007-09 കാലഘട്ടത്തിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. എന്നാൽ 2004 മുതൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു തിരിച്ചുവരവാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് കീഴിൽ ഇന്ത്യ കണ്ടത്. മൻമോഹൻ സിംഗിന്റെ സർക്കാർ മുമ്പോ അതിനുശേഷമോ നിലനിന്നിരുന്ന പല സർക്കാരുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു മുഴുവൻ ടീമും പകരം 2 ടീമും ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ പോലെ തലകുനിച്ചിരുന്നില്ല എന്നൊക്കെ ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും മൻമോഹൻ സിംഗ് കരുത്തോടെ നിന്നു. സോണിയാഗാന്ധി രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ മറുവശത്ത് നയപരമായ തീരുമാനങ്ങളും ഭരണനിർവഹണവുമൊക്കെ മൻമോഹൻ സിംഗിൽ അധിഷ്ഠിതമായിരുന്നു. പ്രണബ് മുഖർജിയെപ്പോലുള്ളവർക്ക് വലിയ വകുപ്പുകൾ നൽകുക മാത്രമല്ല, കൂടുതൽ സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു മൻമോഹൻ സിംഗ്. അധികാരം ഏറെ വെട്ടിക്കുറയ്ക്കപ്പെട്ട ഒരു അലങ്കാര പാവ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ പരിഹസിച്ചപ്പോൾ ആ മൗനി നിശബ്ദതയിൽ അലിഞ്ഞു. എന്നാൽ എന്നും ഉയർത്തിപ്പിടിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തന്നെ. നിവർന്ന് വീണുകിടക്കുന്ന മരത്തിനേക്കാൾ കൊടുങ്കാറ്റ് വരുമ്പോൾ വളയുന്ന പുൽത്തകിടിയാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം 10 വർഷം നീണ്ടുനിന്നു തന്റെ ഭരണകാലഘട്ടം. 1991 പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ കീഴിലുള്ള മന്ത്രിസഭയിലാണ് കോൺഗ്രസ് ആദ്യമായി അദ്ദേഹത്തെ ധനകാര്യമന്ത്രിയായി നിയോഗിച്ചത്. അക്കാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന കാലം. രാജ്യത്തിന്റെ വിദേശ കരുതൽ ശേഖരം അപകടകരമാം വിധം താഴ്ന്ന നിലയിൽ. 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും പണം നൽകാൻ ഇന്ത്യക്കില്ല. സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച ഒഴിവാക്കാൻ സിംഗ് അതിന്റെ നിയന്ത്രണം നീക്കാൻ മുൻകൈയെടുത്തു. കറൻസിയുടെ മൂല്യശോഷണം, ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ, സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളെ സ്വകാര്യവൽക്കരിക്കൽ എന്നിവ ഉൾപ്പെടുന്ന ധീരമായ നടപടികളിലേക്ക് അദ്ദേഹം കടന്നു. ലിബറലൈസേഷൻ എന്ന വാക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിനോട് എഴുതി ചേർക്കപ്പെട്ടു. 1991 തന്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഭൂമിയിലെ ഒരു ശക്തിക്കും ആരുടെയും സമയമായ ഒരു ആശയത്തെയും തടയാൻ കഴിയില്ല. പിന്നീട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്തിയ മാജിക് ടച്ച്. 2004 തെരഞ്ഞെടുപ്പിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP മുന്നണിയെ പരാജയപ്പെടുത്തി വീണ്ടും കോൺഗ്രസ് മുന്നണി അധികാരത്തിലെത്തുന്നു. അന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നാണ് പരക്കെ കരുതപ്പെട്ടത്. എന്നാൽ അപ്രതീക്ഷിതമായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. സിംഗിന്റെ ഭരണകാലത്ത് 2004-നും 2009-നും രാജ്യത്തിന്റെ GDP വളരെ അതിശയകരമായ വിധത്തിൽ 8% വേഗതയിൽ വളർന്നു. പ്രധാന സമ്പദ് വ്യവസ്ഥയിൽ 2ാമത്തെ വേഗതയേറിയ രാജ്യം അങ്ങനെ ഇന്ത്യ എന്ന പേര് വീണു. പരിഷ്കാരങ്ങളിൽ ധീരമായ തീരുമാനങ്ങൾ. രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ഒഴുകിയെത്തി. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ച വിദഗ്ധൻ. എന്നാൽ അദ്ദേഹത്തിന്റെ ചില ക്യാബിനറ്റ് മന്ത്രിമാർക്കെതിരെ രൂക്ഷമായ അഴിമതി ആരോപണങ്ങൾക്കൊക്കെ മറുപടിയായി 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു, ചരിത്രം തന്നെ വ്യത്യസ്തമായി വിലയിരുത്തും. ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്നും സ്വാധീനിക്കുന്ന ദൂരവ്യാപകമായ നിരവധി തീരുമാനങ്ങളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ അധികാര കാലയളവിൽ കൈക്കൊണ്ടത്. സർക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള അവകാശം ശക്തിപ്പെടുത്തിയ പ്രധാനമന്ത്രി, ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കാനുള്ള അസാധാരണമായ അധികാരം ജനങ്ങളിൽ നിക്ഷേപിച്ചു. കുറഞ്ഞത് 100 ദിവസത്തേക്ക് ഉപജീവന മാർഗം ഉറപ്പു നൽകുന്ന ഗ്രാമീണ തൊഴിൽ പദ്ധതി. ഇത് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. ഗ്രാമീണ വരുമാനത്തിലും ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയതായി പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയ പദ്ധതി. 6-നും 14-നും ഇടയിൽ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം. 1984 ഉത്തരേന്ത്യയിലെ അമൃത്സറിൽ സിഖ് മതത്തിന്റെ ഏറ്റവും വിശുദ്ധമായ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന വിഘടനവാദികൾക്കെതിരെ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ട സൈനിക നടപടി. പ്രതികാരം ചെയ്യാൻ ഇന്ദിരാഗാന്ധിയെ വധിക്കാൻ സിഖ് അംഗരക്ഷകർ ഇറങ്ങി. ഇന്ദിരാഗാന്ധിയുടെ മരണം 3000-ലധികം സിഖുകാരുടെ മരണത്തിനും വലിയ കലാപത്തിനും ഇടയാക്കി. 2005 പാർലമെന്റിൽ സിംഗ് ഔപചാരികമായി ഒരു ക്ഷമാപണം നടത്തി. നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ദേശീയത എന്ന സങ്കല്പത്തിന്റെ നിഷേധമായിരുന്നു ആ കലാപം. 1998 ആണവ പരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ആണവ ഒറ്റപ്പെടൽ. എന്നാൽ 2008 US-ഉമായി സിംഗ് ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചു. ഇത് ഇന്ത്യയുടെ ജീവിതം മാറ്റിമറിച്ചു. നമ്മൾ കൂടുതൽ സുരക്ഷയുള്ളവരായി. വിദേശ നയത്തിൽ ഇന്ത്യയുടെ പരമാധികാരവും സ്വാതന്ത്ര്യവുമൊക്കെ ബലികഴിച്ചുവെന്ന് അന്ന് ഇടതുപക്ഷം വിമർശിച്ചു. സിംഗിന്റെ നീക്കത്തിന് വലിയ എതിർപ്പായിരുന്നു ഇടതുപക്ഷത്ത് നിന്ന് നേരിടേണ്ടി വന്നത്.
ഈ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ഭരണസഖ്യത്തിനുള്ള പിന്തുണ പോലും പിൻവലിച്ചു. ഇടതുപക്ഷ മുന്നണി പിന്തുണ പിൻവലിച്ചുവെങ്കിലും തന്റെ സർക്കാരിനെ പൂർണ്ണമായും നിലനിർത്താൻ അന്ന് മൻമോഹൻ സിംഗിന് കഴിഞ്ഞു. അതുതന്നെയാണ് ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നതും. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു വലിയ നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒടുവിൽ ചരിത്രത്തെ പിന്നിലാക്കി അദ്ദേഹം കടന്നുപോകുന്നു. ചരിത്രം അദ്ദേഹത്തോട് ദയ കാട്ടുകയല്ല, അദ്ദേഹം ചരിത്രത്തോട് ദയ കാട്ടുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.